ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ണ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. ഈ വെണ്ണ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര പൊടി പോലെയുള്ള ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചെറുതായിട്ട് തരിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് കിട്ടുന്നത്. അതേപോലത്തെ ചെറുതായിട്ടുള്ള തരിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. ഇത് നമുക്ക് അതേപോലത്തെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേസിൽ ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒർഗാനോ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതേപോലത്തെ രണ്ട് ഹെർബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ അല്ല ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. ഓയിൽ ഒഴിക്കാണ്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് വരും. അത് ചൂടായി കഴിയുമ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചെടുക്കുക. മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. അത് നമ്മൾ ബ്രെഡ് ക്രംസിൽ ചേർത്തിട്ട് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബ്രെഡ് ക്രംസ് ആക്കാന്ന്. ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ചേർക്കാം. ഇത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ചേർക്കരുത്. ഇത് രണ്ട് സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ഇത്രയ്ക്ക് ഗോൾഡൻ കളർ ആയാൽ മതി. കുറച്ചും കൂടി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ അതൊരു കറുത്ത കളർ പോലെ വരും. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണ്ട, ചെറിയ തരി പോലെ പൊടിച്ചെടുക്കുക. നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തരി പോലെ തന്നെ കിട്ടും. ഇപ്പോൾ ടോസ്റ്റ് ചെയ്തെടുത്തേക്കണ ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാനിലിട്ടിട്ട് ഒന്നും കൂടിയും പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും ഇത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഈ ചൂടായ ഈ പാനിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ബ്രെഡ് ക്രംസ് ചേർക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ പാനിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഏറ്റവും ആദ്യം ടോസ്റ്റ് ചെയ്തേക്കണ ആ പാനാണെങ്കിൽ അതിൽ ചിലപ്പോൾ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇനി അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വലിയ ബർണറൊക്കെ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിടുക. ഇതൊന്നും കൂടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നോക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെ ക്രിസ്പി ആയിട്ട് വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഈ പാനിൽ തന്നെ വെക്കരുത്. ഇനി അത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആകും. ഇനി ഇതിലേക്ക് നമുക്ക് ഹെർബ്സ് ചേർക്കാം. അതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ബേസിൽ ലീവ്സ് ചേർക്കാം. ഒറിഗാനോ ചേർക്കാം. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം. ഗാർലിക് പൗഡർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ഗാർലിക് പൗഡർ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബ്രെഡ് ക്രംസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കറിവേപ്പില നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത പോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടാക്കാം ഓയിൽ ഒഴിക്കാണ്ട്. അത് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ
നല്ല പൊടി പോലെ കിട്ടും. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് കുറേ നാൾ കേടാവാതിരിക്കും ഇത്.